എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജോഫിൻ ടി ചാക്കോയുടെ സംവിധാനത്തിൽ ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവർ കേന്ദ്ര കഥാപാത്രമായി എത്തി. മമ്മൂക്ക കൂടി AI വേഷത്തിൽ എത്തിയ രേഖാചിത്രം എന്ന സിനിമ തിയേറ്ററുകളിൽ വിജയകരമായിട്ട് ഇന്ന് 6ാം ദിവസം പിന്നിടാൻ ഒരുങ്ങുകയാണ്. ആദ്യ 5 ദിവസങ്ങൾ പിന്നിടുമ്പോൾ ബുക്ക് മൈ ഷോയിലൂടെ മാത്രം ചിത്രത്തിന്റെ പേരിൽ വിറ്റുപോയിരിക്കുന്നത് 5 ലക്ഷത്തിന് മുകളിലുള്ള ടിക്കറ്റുകളാണ്. റിലീസ് ചെയ്ത ആദ്യ ദിവസം കേരള ബോക്സ് ഓഫീസിൽ 1,92 ലക്ഷം രൂപയും, 2ാം ദിവസം 2 കോടിക്ക് മുകളിലും, 3ാം ദിവസം 3,15 ലക്ഷം രൂപയും, 4ാം ദിവസം 3,52 ലക്ഷം രൂപയും ചിത്രം സ്വന്തമാക്കിയിരുന്നു. ചിത്രത്തിന്റെ തിങ്കളാഴ്ച, അതായത് ഇന്നലെ വർക്കിംഗ് ഡേയിലെ കളക്ഷൻ വന്നിരിക്കുന്നത് 1,70 ലക്ഷത്തിനടുത്താണ്. അങ്ങനെ ടോട്ടൽ 5 ദിവസങ്ങൾ കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത് ഏകദേശം 12 കോടിക്ക് മുകളിലാണ്. രേഖാചിത്രത്തിന്റെ 6ാം ദിവസമായ ഇന്ന് കേരള ട്രാക്കിംഗ് കളക്ഷൻ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തുവിട്ടപ്പോൾ ഇന്ന് 7 മണിയോട് കൂടി വന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതുവരെ ട്രാക്ക് ചെയ്തിരിക്കുന്നത് 644 ഷോകളാണ്. ഇന്നലെ ഈ സമയത്ത് 609 ഷോകളാണ് ട്രാക്ക് ചെയ്തത്. കേരളത്തിൽ മാത്രം ഓഡിയൻസ് ആയി ട്രാക്ക് ചെയ്തിരിക്കുന്നത് 52,000-ൽ പരം ആൾക്കാരാണ്. ഇന്നലെ ഈ സമയത്ത് രേഖാചിത്രത്തിന്റെ കേരള ഗ്രോസ് എന്ന് പറയുന്നത് 71 ലക്ഷമായിരുന്നു. എന്നാൽ ഇന്ന് ചൊവ്വാഴ്ച ചിത്രത്തിന്റെ കളക്ഷനിൽ വർധനവ് സംഭവിച്ചിരിക്കുകയാണ്. വീണ്ടും ഇപ്പോൾ പുറത്തു വന്ന ഏറ്റവും പുതിയ ഗ്രോസ് കളക്ഷൻ പ്രകാരം ചിത്രം 84 ലക്ഷം പിന്നിട്ടിരിക്കുകയാണ്. ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ ചിത്രം 1,60 ലക്ഷം വരെ ഇന്ന് ഗ്രോസ് കളക്ഷനിലൂടെ ട്രാക്കിങ്ങിലൂടെ നേടാൻ സാധ്യതയേറെയാണ്. അതായത് ചിത്രത്തിന്റെ 6ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം 2 കോടിക്ക് മുകളിലൊരു കളക്ഷൻ പ്രതീക്ഷിക്കുന്നു. ഇന്നത്തോടെ ചിത്രത്തിന്റെ കളക്ഷൻ കേരള ബോക്സ് ഓഫീസിൽ മാത്രം 14 കോടി കടക്കാൻ ഒരുങ്ങുകയാണ്. കൂടാതെ ചിത്രത്തിന്റെ ആഗോള കളക്ഷൻ ഇന്നത്തോടെ 35 കോടി റേഞ്ചിലും എത്തും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ രേഖാചിത്രത്തിന്റെ ഫൈനൽ കേരള കളക്ഷൻ, ആഗോള കളക്ഷൻ എത്ര കോടി വരെ നേടാൻ സാധ്യതയുണ്ടെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു അപ്ഡേറ്റുമായി